നമസ്കാരം. നമ്മളിന്ന് KS പ്രാഥമിക യോഗ്യതാ പരീക്ഷയുടെ ആൻസർ കീയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ സൈൻ ലേണിംഗ് ഫ്രീ ആയിട്ട് PSC നോട്ട്സും അതേപോലെ തന്നെ സിമ്പിൾ ടിപ്സും പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡെയിലി നമ്മൾ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിക്കാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. പരമാവധി എല്ലാവരും ഒന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇനി അപ്പോഴും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും ഞാൻ താഴെ കൊടുക്കാം. അതിലൊന്ന് മെസ്സേജ് ഇട്ടാൽ ഞങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരും. നമുക്ക് ഇതിൻ്റെ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം പാർട്ട് 1ൻ്റെ ഒന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രാമത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉത്ഭവമുള്ളതായി പരാമർശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി, മുദ്ര രാക്ഷസമാണ് റൈറ്റ് ആൻസർ. ഇനി നോക്കൂ, രണ്ടാമത്തെ ചോദ്യം: പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, സൂത്രങ്ങളും ശാസ്ത്രങ്ങളും ഒരുമിച്ച് സ്മൃതി എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി, മാനവധർമ്മശാസ്ത്രം മനുവിൻ്റെ നിയമഗ്രന്ഥം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ സി, യാജ്ഞവൽക്യൻ്റെ നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനമാണ് മിതാക്ഷരം. ഓപ്ഷൻ ഡി, ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ്. റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നോക്കൂ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഒന്നാമത്തത് RIN ലഹള, രണ്ടാമത്തത് ക്യാബിനറ്റ് മിഷൻ, മൂന്നാമത്തത് ക്രിപ്സ് മിഷൻ, നാലാമത്തത് ഷിംല സമ്മേളനം. ഇങ്ങനെ 4 സംഭവങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 3, 4, 1, 2 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ശരിയായ കാലക്രമം വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നാലാമത്തെ ചോദ്യം നോക്കൂ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1: 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ കണ്ടു. പ്രസ്താവന 2: ചമ്പാരനിലെ കർഷകർ ടിൻ കടത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. ഓപ്ഷൻ ബി, പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നില്ല. ഓപ്ഷൻ സി വരുന്നത് പ്രസ്താവന 1 ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ ഡി വരുന്നത് പ്രസ്താവന 1 തെറ്റാണ്, പക്ഷേ പ്രസ്താവന 2 ശരിയാണ് എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, രുദ്രാദമനെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ കുറച്ച് പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് ജുനാഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. രണ്ടാമത്തത് സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. മൂന്നാമത്തത് ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. നാലാമത്തത് ഗൗതമിപുത്രൻ്റെ മകനായ വസിഷ്ഠിപുത്ര പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഏതാണ് അതിൽ ശരിയായ ആൻസർ? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി നോക്കൂ, ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത് വിക്രമാംഗ ദേവചരിതം ബിൽഹൻ, രണ്ടാമത്തത് മട്ടവിലാസം മഹേന്ദ്ര വിക്രമവർമ്മൻ, മൂന്നാമത്തെ ജോഡി തന്നിട്ടുള്ളത് സ്വപ്നവാസവദത്ത ഭാന, നാലാമത്തെ ജോഡി ദേവി ചന്ദ്രഗുപ്ത വിശാഖ ദത്ത എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ്, ആ ജോഡി മാത്രമാണ്. അതായത് സ്വപ്നവാസവദത്ത ഭാന എന്നുള്ള ജോഡിയാണ് ശരിയായി പൊരുത്തപ്പെടാത്തത്. ഇനി നോക്കൂ, താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു, എന്താണ് ചോദ്യം എന്ന് നോക്കൂ.
1 സിഡോ, 2 വേലുത്തമ്പി, 3 ചിന്നവ, 4 വിജയരാമ, 5 ബിർസ, 6 റാംപ. മേൽ പറഞ്ഞവരിൽ ആരായിരുന്നു അല്ലെങ്കിൽ ആരൊക്കെ ആയിരുന്നു ഗോത്ര നേതാക്കൾ എന്നുള്ളതാണ്. നമുക്കറിയാം സിഡോ ഒരു ഗോത്ര നേതാവാണ്. അതോടൊപ്പം തന്നെ ബിർസ ഒരു ഗോത്ര നേതാവാണ്. അപ്പോൾ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ. 2ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. ഈ പ്രയോഗം ശ്രദ്ധിക്കുക. അപ്പോൾ 1ാമത്തെ പ്രസ്താവന നോക്കൂ. സാമ്പത്തിക വികസനത്തിനായിട്ടുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു. 2ാമത്തേത് ഇത് മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു. 3ാമത്തേത് ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചു. 4ാമത്തേത് റൂർക്കേല, ഭിലായി, ബുർഹാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. 5ാമത്തേത് സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കായുള്ള ഗാഡ്ഗിൽ യോജന ആരംഭിച്ചു. ഏതാണ് റൈറ്റ് ആൻസർ? 1 മാത്രമാണ് ഇതിൽ ശരിയല്ലാത്തതായിട്ടുള്ളത്. അതായത് സാമ്പത്തിക വികസനത്തിനായിട്ടുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു എന്നുള്ളത്. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. 1ാമത്തെ പ്രസ്താവന നോക്കൂ. എല്ലാ മൻസബ്ദാർമാരും ജാഗിർദാർമാരായിരുന്നു. 2ാമത്തേത് ഔദ്യോഗികമായി തുല്യമായ വരുമാനം ലഭിക്കുമെന്ന് കണക്കാക്കിയ ഒരു ജാഗിറിനെ മൻസബ്ദാർ നിയമിച്ചു എന്നുള്ളതാണ്. 3ാമത്തേത് നോക്കൂ. ജാഗിറിൻ്റെ ഒരു ചെറിയ ഭാഗം ബലൂച്ച്, ഖക്കർ മേധാവികൾക്ക് നൽകി. ഇനി 4ാമത്തെ നോക്കൂ. ഏതാനും വർഷത്തെ റവന്യൂ പിരിവ് അവകാശങ്ങൾക്ക് ശേഷം ഒരു ജാഗിർദാർക്ക് തൻ്റെ നിയമനത്തിൽ പാരമ്പര്യ അവകാശങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. ഏതാണ് റൈറ്റ് ആൻസർ? 4 മാത്രമാണ് ശരിയല്ലാത്ത ഒരു ചോദ്യം തന്നിട്ടുള്ളത്. ശരിയല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. 4 മാത്രമാണ് അതിൽ ശരിയല്ലാത്ത ഉത്തരം. നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി പറയുന്നവയിൽ 10ാമത്തെ ചോദ്യം നോക്കൂ. ഇനി പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതെല്ലാമാണ് ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ബാലഗംഗാധര തിലക്, ടെറ്റനസ് ഓഫ് ദ ന്യൂ പാർട്ടി. 2ാമത്തെ ജോഡി നോക്കൂ. ലാല ഹർകിഷൻ ലാൽ, അതിന് ജോഡി ട്രിബ്യൂണൽ. 3ാമത്തെ ജോഡി നോക്കൂ. ലാല ലജ്പത് റായ്, ഭാരത് മാത. 4ാമത്തെ ജോഡി സിറാജുദ്ദീൻ അഹമ്മദ്, അഞ്ജുമാൻ ഇ മൊഹിബാൻ ഇ വദൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശരിയായി പൊരുത്തപ്പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി നോക്കൂ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം അതിൽ ഭേദമന്യേ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. ഇനി 1936 ക്വസ്റ്റ്യൻ 12 1936 ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്വസ്റ്റ്യൻ 13 നോക്കൂ. കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ് റൈറ്റ് ആൻസർ. 14ാമത്തെ ചോദ്യം നോക്കൂ. 1908 മദ്രാസ് എസ്റ്റേറ്റ് ലാൻഡ് ആക്ടിലെ ഏത് പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശമുണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ വഷളാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടികിടപ്പുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പാണ് അത് പറയുന്നത്. ഇനി 15ാമത്തെ ചോദ്യം നോക്കൂ. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ് എന്നുള്ളതാണ്. 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഇനി 17ാമത്തെ ചോദ്യം നോക്കൂ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര കരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിൻ്റെ തീരദേശ വ്യാപാരത്തിന് പിൽക്കാല ദുർബലതയ്ക്ക് പരോക്ഷമായി
സംഭാവന നൽകിയത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് പോർച്ചുഗീസ്. കാലിക്കറ്റ് വ്യാപാര കരാർ 1513 ശരിയായ ഉത്തരം. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാഡ സമ്മേളനമാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഇനി 19ാമത്തെ ചോദ്യം നോക്കൂ. 1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായി ബാധിച്ചത്? നമുക്കറിയാം, മാവേലിക്കര ഉടമ്പടിയാണ്. 20ാമത്തെ ചോദ്യം നോക്കൂ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യമാണ്. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് 21ാമത്തെ ചോദ്യം. അതിന് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഗൈഡഡ് ഡെമോക്രസി. അതിനോട് ഏതാണ് ചേരുന്നത് നോക്കൂ. ഓപ്ഷൻ സി സുകാർണോ ആണ് ചേരുന്നത്. ഇനി രണ്ടാമത്തേത് പുരോഗമന പ്രസ്ഥാനം. അതിന് ഏത് ഓപ്ഷനാണോ ചേരുന്നത്? USA. ഇനി മൂന്നാമത്തേത് അപകോളനീകരണം. അതിന് ഏത് ഓപ്ഷനാണ് ചേരുന്നത്? ബുഖാരിൻ. ഓപ്ഷൻ ബി ആണ് ചേരുന്നത്. ഇനി ഹക്ക് കലാപം. അതിന് ഏത് ഓപ്ഷനാണ് ചേരുന്നത്? ഓപ്ഷൻ ഡി ഫിലിപ്പീൻസ് ആണ് ചേരുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 22ാമത്തെ ചോദ്യം. ആഫ്രിക്കൻ ഐക്യ സംഘടനകളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസുകൾ നോക്കൂ. ഓപ്ഷൻ എ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊളോണിയലിസത്തിനെ തുടച്ചു നീക്കുക. ഓപ്ഷൻ ബി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക. ഓപ്ഷൻ സി ആഫ്രിക്കൻ ജനതകൾക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു എന്നുള്ളതാണ്. ഇനി 24ാമത്തെ ചോദ്യം നോക്കൂ. മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മൗറിസ് ഡോബ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1970കളിലെ പെൻറ്റഗൺ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്? USA. ഓപ്ഷൻ സി USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 26 നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിൻ്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. ലൊക്കാർണോ ഉടമ്പടി പ്രകാരമാണ് അത് പുനർനിർമ്മിക്കാത്തത്. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് 27ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൺറോ സിദ്ധാന്തം, യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, മൂന്നാമത്തേത് സോൾവെറിൻ ആൻഡ് നാലാമത്തേത് യങ് ഇറ്റലി തുടങ്ങിയവയാണ്. അപ്പോൾ 2, 1, 4, 3 എന്നുള്ള ഓർഡറിലാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നോക്കൂ, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് 28ാമത്തെ ചോദ്യം. അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അലക്സാണ്ടർ ഗെർഷൻ പ്രോൺ എന്ന് പറയുന്നത് ഏതിനോടാണ് നമ്മൾ ചേർക്കേണ്ടത്? സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനമാണ്. ഇനി രണ്ടാമത്തേത് ഇമ്മാനുവൽ വാലൻസ്റ്റീൻ. ഏതിനോട് നമ്മൾ ചേർക്കണം? കാമ്പ്, പ്രാന്തപ്രദേശം, അർദ്ധപ്രാന്തപ്രദേശം അവസ്ഥകളോട് ചേർക്കണം. പിന്നീട് എറിക് ഹോബ്സ്ബോം എന്നുള്ളത് ഏതിനോട് നമുക്ക് ചേർക്കാം? ഡി ആണ്. യഥാർത്ഥ സോഷ്യലിസത്തോട് ബന്ധപ്പെടുത്താം. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഫെർണാണ്ട് ബ്രാഡലാണ്. അതിനോട് നമുക്ക് എന്തിനോട് ബന്ധപ്പെടുത്താം? ഓപ്ഷൻ സി ചേരുംപടി ചേർക്കുന്നതിലുള്ള ഓപ്ഷൻ സി വരുന്നത് ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ് എന്നുള്ളതിലേക്ക് ചേർക്കാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിലെ റൈറ്റ് ആൻസർ. ഇനി 29ാമത്തെ ചോദ്യം നോക്കൂ. ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? നമുക്കറിയാം, ബെനഡിക്ട് ആൻഡേഴ്സൺ ആണ്. 29ൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 30ാമത്തെ ചോദ്യം നോക്കൂ. യോം കിപ്പൂർ യുദ്ധം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനെന്ന് നമുക്കറിയാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 31 നോക്കൂ. കോയിംബിഡരൻ
കോയമ്പിട നായർ ഏത് ആചാരപരമായ കലാരൂപത്തിൻ്റെ കഥാപാത്രമാണ് എന്നുള്ളതാണ്. നിനാബലിയാണ് റൈറ്റ് ആൻസർ. ഇനി 32 ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥമല്ലാത്തത്? മാതംഗലിയിലെ ആയുർവേദ ഗ്രന്ഥമാണ്. യോഗാമൃതം ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. ആലത്തൂർമണി ഓൾസോ ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. അപ്പോൾ ഗ്രന്ഥമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മുകുന്ദമാലയാണ് ഓപ്ഷൻ എ, അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്. ഓപ്ഷൻസ് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുള്ള 2 ഓപ്ഷനാണ്. തമിഴ്, കന്നഡ, തുളു, മലയാളം കാണും. നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഉത്തരം എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒന്ന് നോക്കുക, 3 എന്ന് പറയുന്നത്, അതായത് തമിഴ്, കന്നഡ, തോട, മലയാളം. അപ്പോൾ തോടയും കൂടെ ഉൾപ്പെടുന്നുണ്ട് ദക്ഷിണ ദ്രാവിഡ ശാഖയിൽ. അപ്പോൾ 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കൂ, വയനാട്ടിലെ എടക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഫോസറ്റാണ് കണ്ടെത്തിയത്. ഓപ്ഷൻ സി. 35ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരാശരി ക്രമീകരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. PS വാര്യരുടെ ജേണൽ എഡിറ്റർ ആയിരുന്ന ജേണൽ ഏതാണ്? ധന്വന്തരിയാണ്. അതുപോലെ തന്നെ മൂർഖോത് കുമാരൻ്റെത് വജ്രസൂചിയാണ്. കുമാരനാശാൻ്റെത് വിവേകോദയമാണ്. 4ാമത്തെ മക്തിത്തങ്ങളുടെ പരോപകാരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സോപാന സംഗീതത്തിൽ 36 സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിൻ്റെ പേര് എന്താണ്? ഇടയ്ക്ക എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ് എന്നുള്ളതാണ്. കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? ഇരിഞ്ഞാലക്കുടയാണ്. ഇനി 38ാമത്തെ ചോദ്യം നോക്കൂ, കാർഷിക രീതികളുമായി അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട് അടിയ സമൂഹത്തിൻ്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കമ്പള നൃത്തം, ഓപ്ഷൻ ബി ഗതിക, 3 എരുത്ത് നൃത്തം, 4 മൺകൂത്ത് വിളയാട്ടം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 39ാമത്തെ ചോദ്യം നോക്കൂ, ചെങ്ങന്നൂർ ആദി എന്ന വീര കഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം തെക്കൻ പാട്ടാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രാജലക്ഷ്മിയുടെ നോവലാണ് ഒരു വഴിയും കുറയും നിഴലുകളും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അഗ്നിസാക്ഷി വരുന്നു 1975 കാലഘട്ടത്തിൽ വരുന്നു. പിന്നീട് ആലാഹയുടെ പെൺമക്കൾ, ആരാച്ച, അതാണ് ഓർഡറായിട്ട് വരുന്നത്. ഇനി നോക്കൂ, 41ാമത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. അതായത് താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ആർക്കില്ല? ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു അധികാരമില്ല. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഇനി 42 താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കാനുള്ള അവകാശമുള്ളത്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ അറ്റോർണി ജനറലിനാണ്. ഇനി 43ാമത്തെ ചോദ്യം നോക്കൂ, രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ ആണ് എന്നുള്ളതറിയാം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 44ാമത്തെ ചോദ്യം നോക്കൂ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 45ാമത്തെ ചോദ്യം നോക്കൂ, 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടിയ പ്രവിശ്യ ഏതാണ് എന്നുള്ളതാണ്. മദ്രാസ് പ്രവിശ്യയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം നോക്കൂ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി സാമ്പത്തിക സാമൂഹിക ആസൂത്രണമാണ്. ഇനി 47 താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഒന്നാമത്തെ പ്രസ്താവന, ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ആർട്ടിക്കിൾ 359 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേവ താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ടു.
മൂന്നാമത്തെ പ്രസ്താവന അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. നാലാമത്തത് ആർട്ടിക്കിൾ 360 സ്വാതന്ത്ര്യത്തിന് 3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? 1ഉം 3ഉം പ്രസ്താവനകളാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ് എന്നുള്ളതാണ്. 20 ലക്ഷത്തിന് മുകളിലാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 49 നോക്കൂ. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിംഗ് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു. രണ്ടാമത്തെ പ്രസ്താവന ബെയർഫുട്ട് ടെക്നീഷ്യൻ പദ്ധതി 2010-2011 ആരംഭിച്ചു. മൂന്നാമത്തത് MGNREGA ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ UNNATI പദ്ധതി. നാലാമത്തത് MGNREGA പ്രകാരം പട്ടികജാതി അഥവാ പട്ടികവർഗക്കാർക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2014 ക്ലസ്റ്റർ ഫെസിലിറ്റേഷൻ പദ്ധതി ആരംഭിച്ചു. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഇനി 50ാമത്തെ ചോദ്യം നോക്കൂ. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവ തന്നിട്ടുണ്ട്. അവ എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഗവേണൻസ് സംരംഭങ്ങളാണ് ലിസ്റ്റ് 1-ലുള്ളത്. ലിസ്റ്റ് 2-ലുള്ളത് ആരംഭിച്ച വർഷമാണ് ഉള്ളത്. അപ്പോൾ നോക്കൂ, റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കൊന്ന് സംയോജിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ ബിസ് വരുന്നത് 2013 തന്നെയാണ്. ഇനി മേഘരാജ് വരുന്നത് എപ്പോഴാണ്? 2014 മറ്റേത് ഒരു ദീക്ഷ വരുന്നത് എപ്പോഴാണ്? 2017 ദീക്ഷ വരുന്നത് 2017. ഇനി മേരി പെഹ്ചാൻ വരുന്നത് 2022. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നൽകിയിരിക്കുന്ന 51 നോക്കൂ. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 1 G7, രണ്ടാമത്തത് ഇന്തോ പസഫിക്, 3 ദക്ഷിണേന്ത്യ, 4 യൂറേഷ്യ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? 2ഉം 4ഉം മാത്രമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ്. ലിസ്റ്റ് അതുപോലെ നേരത്തെ ചോദ്യം പോലെ 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ ആയുധ നിയന്ത്രണ വകുപ്പ് കൺവെൻഷനാണ് നൽകിയിട്ടുള്ളത്. ലിസ്റ്റ് 2 ഇന്ത്യ ഏത് വർഷമാണ് അതിൽ ചേർന്നത് എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് അഴിമതിക്കെതിരായ UN കൺവെൻഷൻ അല്ല ഇന്ത്യ ഏത് വർഷമാണ് ചേരുന്നത് എന്ന് നോക്കൂ. 2011 ചേരുന്നത്. ഇനി മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിൽ എപ്പോഴാണ് ഇന്ത്യ ചേരുന്നത്? 2016 ചേരുന്നത്. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ ഇന്ത്യ ചേരുന്നത് 2007. ഇനി ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ ഇന്ത്യ ചേരുന്നത് 2018 എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 53 നോക്കൂ. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ PRI ഇ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്തി രാജ് മന്ത്രാലയം ഒരു ഉപഭോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതേതാണ് എന്നുള്ളതാണ്. അതിൻ്റെ പേരെന്താണ്? ഈ ഗ്രാമ സ്വരാജ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 54ാമത്തെ ചോദ്യം. 2005 RTA ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് വിട്ടുപോയ ഭാഗത്തിനുള്ളിൽ നൽകണം എന്നുള്ളതാണ്. എത്ര മണിക്കൂർ കൊണ്ട് അവയ്ക്ക് നൽകണം? 48 മണിക്കൂർ കൊണ്ട് നൽകണം എന്നുള്ള നിബന്ധനയുണ്ട്. 55ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982 ഇന്ത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 56ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ 2021-24 ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടികൾ അല്ലെങ്കിൽ യോഗങ്ങൾ എന്നിവയാണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്.
ഇനി 57-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012, അതാണ് ശരിയായ ആൻസർ. ഇനി 58-ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. പ്രീ വജൈനൽ ടെസ്റ്റ് അല്ലെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റ്. ഇനി രണ്ടാമത്തേത് ലൈംഗിക പീഡനം. മൂന്നാമത്തേത് സ്ത്രീകൾ ഭർത്താവിൻ്റെ സ്വത്തായി. മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ ഓപ്ഷനായിട്ട് നൽകിയിട്ടുള്ളത് ബലാത്സംഗ ലൈംഗികാതിക്രമ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധനകൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഇനി ഓപ്ഷൻ ബി നോക്കൂ. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ലൈംഗിക പീഡനം ഒരു കുറ്റകൃത്യമാണ്. കൂടാതെ ഇത് ജോലി സ്ഥലത്തെ പീഡനം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. ഓപ്ഷൻ ഡി നോക്കൂ. എയും സിയും ഓപ്ഷനുകളായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 53-ാമത്തെ ചോദ്യം നോക്കൂ. പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. രണ്ടാമത്തേത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത് ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് പൊതു താൽപര്യ വ്യവഹാരം ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ഫലമാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പൊതു താൽപര്യ വ്യവഹാരങ്ങൾ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഫയൽ ചെയ്യപ്പെടുന്നു. ഓപ്ഷൻ സി ഏതൊരു വ്യക്തിക്കും അതിൽ താൽപര്യം പരിഗണിക്കാതെ പൊതു താൽപര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും. ഓപ്ഷൻ ഡി എയും സിയും ആണ്. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 60-ാമത്തെ ചോദ്യം നോക്കൂ. ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയം കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതാണ്. ഓപ്ഷൻ ബി അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലിക അവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ഓപ്ഷൻ സി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഇനി ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 61-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ട്രിബ്യൂണലുകൾ പരിഗണിക്കുക. ലാൻഡ് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. എല്ലാ ട്രൈബ്യൂണലുകളും ഭരണഘടന ആർട്ടിക്കിൾ 323A നിന്ന് രൂപം കൊണ്ടതാണ്. ഈ ട്രൈബ്യൂണലുകളെല്ലാം ബി ആണ്. ഓപ്ഷൻ ബി. ഈ ട്രൈബ്യൂണലുകളെല്ലാം ഒരൊറ്റ നിയമനിർമ്മാണത്തിന് കീഴിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി നോക്കൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾക്ക് പ്രത്യേക ട്രൈബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ അല്ല. ഓപ്ഷൻ ഡി ആയിട്ട് വരുന്നത് എയും ബിയും എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 62-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ളൊരു ഭരണഘടനാ സ്ഥാപനമാണ്. നീതി ആയോഗ് ഒരു നിയമാനുസൃത നിയന്ത്രണ സ്ഥാപനമാണ്. ഓപ്ഷൻ സി ദേശീയ വനിതാവകാശ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. എയും സിയും ഏതാണ് റൈറ്റ് ആൻസർ? എയും സിയുമാണ്. 63-ാമത്തെ ചോദ്യം. താഴെ പറയുന്ന നിയമനിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ഓപ്ഷൻ സി പൗരാവകാശ നിയമ സംരക്ഷണ നിയമം, അതോടൊപ്പം തന്നെ ഓപ്ഷൻ ബി വനാവകാശ നിയമം, ഓപ്ഷൻ എ പട്ടികജാതി പട്ടികവർഗ നിയമം തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി 64 നോക്കുക. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഓപ്ഷൻ ബി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഓപ്ഷൻ സി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾക്ക് നിയമമല്ല. ഓപ്ഷൻ ഡി നോക്കൂ. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 65-ാമത്തെ ചോദ്യം. വാദം എ. ഭരണഘടനയുടെ ഭാഗം 3, 4 ഭരണഘടനയുടെ മനസാക്ഷിയെ കണക്കാക്കപ്പെടുന്നു. കാരണം 6 ഭാഗം 4 അടങ്ങിയിരിക്കുന്ന ധാർമ്മിക പ്രമാണങ്ങളാണ്. അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കാൻ കഴിയും. ശരിയായ ഉത്തരകോഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കത് എലിമിനേറ്റ് ചെയ്യാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 66. നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇത് മനുഷ്യ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. ഇത് ചരിത്ര നിയമത്തിൻ്റെ ഒരു ആനിമേഷനാണ്. അധികാരം കണക്കില്ലാത്തതും ഭരണം ക്രമേണ നീതിയുക്തവും തുല്യവുമായിരിക്കണമെന്ന് ഇത് അനുശാസിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്വം, ഏകപക്ഷീയമല്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. 67-ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ ഉത്തരകോഡ് ഉപയോഗിച്ച് ഇനി പറയുന്നവയുമായി പൊരുത്തപ്പെടുക. ആർട്ടിക്കിൾ 21 ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങൾ പ്രചരിപ്പിച്ചത് എന്നിങ്ങനെയാണ് ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഓപ്ഷൻസ് എ ആണ് റൈറ്റ് ആൻസർ. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 69-ാമത്തെ ചോദ്യം. വാദം എ. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നതിൻ്റെ ഫ്രഞ്ച് പാർലമെൻറ്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കാരണം 6. തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതികളിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 70-ാമത്തെ ചോദ്യം നോക്കൂ. വാദം. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരാണെങ്കിലും ഒരു പൊതു പൈതൃകത്തിനും സംയുക്ത സംസ്കാരത്തിനും പങ്കാളിയായി ഞങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നുണ്ട്. കാരണം 6 നോക്കൂ. ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ എല്ലാ വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. തെറ്റാണ്, നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. എ ശരിയാണ്, പക്ഷെ 6 തെറ്റാണ് എന്നുള്ളതാണ്. ഇനി 71-ാമത്തെ ചോദ്യം. എ പ്ലസ് ബി എന്നാൽ എ ബിയുടെ മകനെന്നും എ ഹരണം ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ അമ്മ എന്നും എ ഗുണനം ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ മകനെന്നും എ കുറയ്ക്കണം ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ പിതാവെന്നുമാണ് കരുതുന്നത്. അപ്പോൾ പി പ്ലസ് ക്യൂ മൈനസ് ആർ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ടി ആണെങ്കിൽ പി ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 72 നോക്കൂ. എക്സ് എന്നത് ഒരു മൂന്നക്ക സ്വാഭാവിക സംഖ്യയാണ്. അതിനാൽ ആ സംഖ്യയും അതിൻ്റെ വിപരീത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 99 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ എക്സിൻ്റെ സ്ഥാനത്തുള്ള അക്കവും വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1 ഇനി 73 നോക്കൂ. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിങ് 20 മീറ്റർ കുറവ് വരുന്നു. അവൾ തൻ്റെ വേഗത 40% വർദ്ധിപ്പിച്ചാൽ അതേ സമയം തന്നെ അവൾ 10 മീറ്റർ ഓവർഷോട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി 95 മീറ്റർ ആണ് റൈറ്റ് ആൻസർ. 74-ാമത്തെ ചോദ്യം. അമിത് ഡൽഹിയിലാണ് താമസിക്കുന്നത്. അമൻ മുംബൈയിൽ താമസിക്കുന്നില്ല. ഈ പ്രസ്താവനയുടെ നിഷേധം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. അമിത് ഡൽഹിയിൽ താമസിക്കുന്നില്ല, അമൻ മുംബൈയിലാണ് താമസിക്കുന്നത്. അതാണ് ശരിയായ ആൻസർ. ഇനി നോക്കൂ 75-ാമത്തെ ചോദ്യം. 3 + 5 + 7 + 9 + അങ്ങനെ എക്സെട്ര എന്ന പരമ്പരയ്ക്കും 3 + 6 + 9 + 12 + എക്സെട്ര എന്ന പരമ്പരയ്ക്കും ഇടയിലുള്ള 100ാമത്തെ പൊതുപദം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 597 ആണ്. 76-ാമത്തെ ചോദ്യം നോക്കൂ. 2025 മാർച്ച് 15 ശനിയാഴ്ച ആയതിനാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച എന്നുള്ളതാണ്. ഓപ്ഷൻ എ 20 ആണ് റൈറ്റ് ആൻസർ. ഇനി 77-ാമത്തെ ചോദ്യം നോക്കൂ. 15 വർഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം ഏതാണ്? ഓപ്ഷൻ ബി 21 ആണ് റൈറ്റ് ആൻസർ. 78-ാമത്തെ ചോദ്യം. 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു, 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു, 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നുവെങ്കിൽ എത്ര അംഗങ്ങൾ കുറഞ്ഞത് കായിക ഇനങ്ങളെല്ലാം കളിക്കുന്നുണ്ട്? ഓപ്ഷൻ എ 25 ആണ് റൈറ്റ് ആൻസർ. ഒരു പ്രത്യേക ഭാഷയിൽ 79-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്ന് UUCNE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഈ സെഷൻ എന്നതിൻ്റെ കോഡ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 80-ാമത്തെ ചോദ്യം നോക്കൂ. ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ വ്യത്യാസം എത്രയാണ്? 245 ഡിഗ്രി. ഇനി 81-ാമത്തെ ചോദ്യം.
പലിശ നിരക്ക് 15% 3 വർഷത്തിന് ശേഷം 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന സംയുക്ത പലിശയും ലളിത പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? റൈറ്റ്, അപ്പം നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. റൈറ്റ് ആയ ആൻസർ നമുക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാമെന്ന് കരുതുന്നു. ഇനി നമുക്ക് 82ാമത്തെ ചോദ്യം. ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അയാളുടെ വിൽപ്പന വില 100 രൂപ കൂടുതലായിരുന്നുവെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചെലവ് എത്രയായിരുന്നു? ഓപ്ഷൻ എ 500 രൂപയായിരുന്നു റൈറ്റ് ആൻസർ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പൈ ചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിൽ എത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. യാത്രയ്ക്കായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യകോൺ എത്രയാണ്? ഓപ്ഷൻ എ 202.5 ഡിഗ്രിയാണ്. ഇനി 84ാമത്തെ ചോദ്യം. 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിന് ശേഷം റൗണ്ടിലെ തോൽവി മത്സരത്തിൽ നിന്ന് പുറത്താക്കുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്തു. റൗണ്ടുകളിലൊന്നും സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയിയെ തിരഞ്ഞെടുക്കാൻ എത്ര റൗണ്ടുകൾ കളിച്ചു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 99. താഴെയുള്ള ചിത്രത്തിൽ എ സി എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. എ ബി = 12 സെൻറ്റിമീറ്റർ, ബി സി = 5 സെൻറ്റിമീറ്റർ. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഘടകങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ സമൃദ്ധിയിലേക്ക് ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 87ാമത്തെ ചോദ്യം നോക്കൂ. ഒരു വായുപിണ്ഡത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണമായിട്ട് പദം പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് 88ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 89ാമത്തെ ചോദ്യം. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ഉപരിതല കാറ്റ് എങ്ങനെയാണ് പ്രവഹിക്കുന്നത്? അതായത് ഓപ്ഷൻ ബി എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. അതാണ് റൈറ്റ് ആൻസർ. ഇനി 90ാമത്തെ ചോദ്യം. പ്രസ്താവന ഭൂമിയുടെ പുറംകാമ്പ് ദ്രാവകമാണ്, അതേസമയം അകക്കാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അപാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ പ്രസ്താവന എ ആണ്, ഓപ്ഷൻ എ ആണ് ശരി. അതായത് പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. അതാണ് റൈറ്റ് ആൻസർ. 90. 91ാമത്തെ ചോദ്യം നോക്കൂ. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 92ാമത്തെ ചോദ്യം നോക്കൂ. വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിന് ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ബി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ആഴവും ലംബസ്ഥാന ചലനവും ആണ്. 93ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായി വിവരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി 95ാമത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. ഇനി 96ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകാത്തത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണമാകാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. വർദ്ധിച്ച വിദ്യാഭ്യാസ അവബോധവുമാണ് കാരണമാകാത്തത്. ഇനി ട്രോപ്പോസ്ഫിയർ നിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ഏതിനെയാണ്? ലാപ്സ് നിരക്കാണ് സൂചിപ്പിക്കുന്നത്. ഇനി 98ാമത്തെ ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലെ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? വി ആകൃതിയിലുള്ള താഴ്വരകളും ഗോർജുകളുമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 99ാമത്തെ ചോദ്യം നോക്കൂ. ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? വ്യാപാര കാറ്റുകൾ എന്ന പേരിലാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1ൽ ഗോത്രങ്ങളും ലിസ്റ്റ് 2ൽ സംസ്ഥാനങ്ങളുമാണ് തന്നിട്ടുള്ളത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്.
പാർട്ട് 1ലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനുകൾ മാത്രം നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കും ഒഫീഷ്യൽ ആൻസർക്ക് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് പാർട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് പാർട്ടിലെ ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതായത് 1, രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുക. 3, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ചോദ്യം 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ചോദ്യം 3 നോക്കൂ. താഴെ പറയുന്നവ പദ്ധതികൾ, നയങ്ങൾ അവയുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 3ാമത്തെ ചോദ്യം നോക്കൂ. PMKSY പദ്ധതിയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. വാദം എ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ ഉൽപ്പാദന മേഖലയിലെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചു. 2023 സാമ്പത്തിക വർഷത്തിൽ 14.3% മൊത്ത മൂല്യവർദ്ധനവ് നേടി. കാരണം 6 നോക്കൂ. സാമ്പത്തിക സർവേ പ്രകാരം ഉൽപ്പാദന മേഖല ഇന്ത്യൻ വ്യാവസായിക മേഖലയിൽ മുൻപന്തിയിൽ തന്നെ തുടരുന്നു. ഇത് ഗണ്യമായ പിന്നോക്കം മുന്നോട്ടുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവയുടെ വിഭാഗമായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് 6ാമത്തെ ചോദ്യം. അത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കൂ. ചോദ്യം 7, ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ രാജസ്ഥാനാണ് റൈറ്റ് ആൻസർ. 8ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ വിപണികളിലെ ന്യായമായ മത്സരം നിയന്ത്രിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI സ്ഥാപിതമായ വർഷം ഏതാണ്? 2023. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 9 നോക്കൂ. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ 2017 ആരംഭിച്ച ഭാരത് രത്നമാല പരിയോജനയുടെ പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ 34,800 കിലോമീറ്റർ ശൃംഖലയുടെ വികസനം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 10ാമത്തെ ചോദ്യം. പരിസ്ഥിതി വനം മന്ത്രാലയം ചാരം ഉപയോഗിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2 മാത്രം. ചാരം നീക്കം ചെയ്യുന്നതിനുള്ള ഭൂമിയുടെ ആവശ്യകത കുറയ്ക്കുക, ചാരം മൂലമുണ്ടാകുന്ന മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 11ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. സിദ്ധാന്തത്തിൽ ബ്ലാങ്ക് ആണ്, ബ്ലാങ്ക് സ്പേസും മറ്റൊരു ബ്ലാങ്ക് സ്പേസും നൽകിയിട്ടുണ്ട്. അത് തുല്യമായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ സിദ്ധാന്തത്തിൽ പ്രായോഗികമായി അവ വ്യത്യസ്ത സമീപനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ അവ സാധാരണയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ദേശീയ വരുമാനവും ദേശീയ ഉൽപ്പന്നവും. ഇനി 5ാം പഞ്ചവത്സര പദ്ധതിയുടെ 12ാമത്തെ ചോദ്യം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1, 3, 4 പ്രസ്താവനകൾ കറക്റ്റാണ്. പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയത് DP ധർ ആണ്. ഇത് പ്രധാനമായും ഗരീബി ഹഠാവോ എന്നതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലക്ഷ്യ വളർച്ചാ നിരക്ക് 4.4% എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് 4.8% ആയിരുന്നു. 4ാമത്തെ ഓപ്ഷൻ നെഹ്റു മോഡലിന് വിപരീതമായി തൊഴിലിന് പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1, 2, 4. ഓക്കെ. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. UNDP-HDR 2023-24 താഴെ പറയുന്ന കണ്ടെത്തലുകൾ സൂചിപ്പിച്ചു. കണ്ടെത്തലുകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതിൽ 3, അതായത് 1, 2, 3. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഇന്ത്യയുടെ മനുഷ്യ വികസന സൂചികയുടെ മൂല്യം 2022 0.644 ആയിരുന്നു. ലോകത്തിലെ 193 രാജ്യങ്ങളിൽ 134 സ്ഥാനത്താണ്. രണ്ടാമത്തത് ഇന്ത്യയുടെ ലിംഗ വികസന സൂചികയും മൂല്യം 2022 0.852 ആയിരുന്നു. മൂന്നാമത്തത് 2022 ജനസമയത്തെ ആയുർദൈർഘ്യം 64.7 വർഷമായിരുന്നു എന്നുള്ളതാണ്. 2023-24 കമ്മിസ്ഥിതി വിവരക്കണക്കനുസരിച്ച് ബന്ധപ്പെട്ട പട്ടിക 1നെ പട്ടിക 2മായി പൊരുത്തപ്പെടുത്തുക.
താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 15ാമത്തെ ചോദ്യം, GST കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ്. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ഇന്ത്യയുടെ GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്നുള്ളതാണ്. 16ാമത്തെ ചോദ്യം, 2024-25 സാമ്പത്തിക സർവേ ഇന്ത്യയുടെ ബാഹ്യമേഖലയുടെ താഴെ പറയുന്ന സ്ഥിതി പുറത്തുവിട്ടു. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. പ്രസ്താവന 1, 2, 3 ശരിയാണ്. ഇനി 17ാമത്തെ ചോദ്യം നോക്കൂ. 2024-25 സാമ്പത്തിക സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 1, 2 ഇവ രണ്ടും എന്നുള്ളതാണ്. പ്രസ്താവനകളാണ് 1, 2 തുടങ്ങിയ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇനി 18ാമത്തെ ചോദ്യം നോക്കൂ. 1911-ലെയും 2011-ലെയും സെൻസസ് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പ്രസ്താവന 1, 1911 ഇന്ത്യയിലെ ജനസംഖ്യ 25,20,93,390 പ്രസ്താവന 2 നോക്കൂ. 2011 ഇന്ത്യയുടെ ജനസംഖ്യ അതിൽ ഉണ്ടായ വർധനവാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, പ്രസ്താവന 2 തുടങ്ങിയ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന വിശദാംശങ്ങൾ പരിഗണിക്കുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 20ാമത്തെ ചോദ്യം നോക്കൂ. 2023-24 SDG ഇന്ത്യൻ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തിയത് ഏത് 2 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൊന്നാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. ലക്ഷ്യം 2 വിശപ്പ് രഹിതം, ലക്ഷ്യം 4 ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ഇനി 21ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ ആദ്യത്തെ IT കോറിഡോർ ഏത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്? NH 66. ഇനി 22ാമത്തെ ചോദ്യം നോക്കൂ. 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായി ലക്ഷ്യമിടുന്നത് എന്താണ്? ഓപ്ഷൻ ബി കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് 23ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ സി ഉത്തരവാദിത്ത ടൂറിസം മിഷനാണ്. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിലൊന്ന് എന്താണ്? പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ഓപ്ഷൻ സി ആണ്. ആർദ്ര മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 27ാമത്തെ ചോദ്യം, കേരളത്തിൽ വരൾച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകം ഏത് എന്നുള്ളതാണ്. വ്യവസായവൽക്കരണം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 2023-24 കേരളത്തിൻ്റെ സാമ്പത്തിക പ്രകടനം എല്ലാ മേഖലയിലും ശക്തമായ വളർച്ചയാണ് പ്രകടമാക്കിയത്. 2022-23 മുതൽ 23-24 വരെയുള്ള മേഖലയിലെ എല്ലാ വളർച്ചയിലെ മാറ്റങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. വളർച്ചയിലെ മാറ്റങ്ങളാണ്. അപ്പോൾ നോക്കിക്കോളൂ, സ്ഥിരമായിട്ട് തുടർന്നു. അവിടെ വളർച്ചയിൽ മാറ്റം വന്നില്ല. നെഗറ്റീവാണ് ഇവിടെ വളർച്ച വന്നത്. കുറഞ്ഞ വളർച്ചയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ചോദ്യം 29 നോക്കൂ. കേരളത്തിൻ്റെ 2ാം ഘട്ട വികേന്ദ്രീകരണത്തിൻ്റെ പ്രധാന സ്വഭാവം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രീയവും ഭരണപരവുമായ പിന്തുണ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2024 പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന പ്രതിഭകൾക്ക് ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തു. ഈ റാങ്കിങ്ങിന് കാരണമാകുന്ന പ്രധാന ഘടകം ഇനി പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 31ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്?
ഓപ്ഷൻ സി ആണ്. എല്ലാത്തരം സഹകരണ സംഘങ്ങളിലും ഏറ്റവും വലുത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളാണ് എന്നതാണ് തെറ്റായ ആൻസർ. ഇനി അടുത്തത് 32ാമത്തെ ചോദ്യം. പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്ക് നവീകരണത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് റൈറ്റ് ആൻസർ. 33ാമത്തെ ചോദ്യം നോക്കൂ. ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 34ാമത്തെ ചോദ്യം നോക്കൂ. നെറ്റിക്വറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൺലൈൻ ആശയവിനിമയം നടത്തുമ്പോൾ മാന്യവും ധാർമ്മികവുമായ പെരുമാറ്റത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് നെറ്റിക്വറ്റ് സൂചിക്കുന്നത്. 35ാമത്തെ ചോദ്യം നോക്കൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? അവ വിവിധ മേഖലകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 36ാമത്തെ ചോദ്യം നോക്കൂ. ഭരണത്തിൽ ICT എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഭരണത്തിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇത് ഭരണ നിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി 37ാമത്തെ ചോദ്യം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ എന്താണ്? ശാസ്ത്രം സൈദ്ധാന്തികമായി ഗവേഷണത്തെക്കുറിച്ചാണ്. അതേസമയം സാങ്കേതിക വിദ്യ നിർമ്മാണ പ്രക്രിയകളുമായിട്ടും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ബി. പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുന്നു. അതേസമയം സാങ്കേതിക വിദ്യ ഈ അറിവ് പ്രായോഗിക നേട്ടങ്ങളായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 38ാമത്തെ ചോദ്യം നോക്കൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി ആണ്. രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. ഇനി 39ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണ് എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ഭാദിയ സോളാർ പാർക്കാണ് ഏറ്റവും വലിയ സോളാർ പാർക്ക്. 40ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ് എന്നുള്ളതാണ്. കൂടംകുളം ആണവ നിലയമാണ് ഏറ്റവും വലിയ ആണവ നിലയം. ഇനി 41ാമത്തെ ചോദ്യം. ഇത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. മറ്റ് ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുമായി ബന്ധപ്പെട്ടതാണ്. 42ാമത്തെ ചോദ്യം നോക്കൂ. ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിൻ്റെ ഭാഗമല്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ന്യൂക്ലിയർ റേഡിയേഷൻ ഷീൽഡിംഗ് ടെസ്റ്റുകൾ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 43ാമത്തെ ചോദ്യം നോക്കൂ. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ RLV വികസിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെല്ലുവിളിയല്ലാത്തത് എന്നുള്ളതാണ്. വെല്ലുവിളി അല്ലാത്തത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ചോദിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാ? കുറഞ്ഞ ചിലവിലുള്ള ഇന്ധന ലഭ്യത എന്നുള്ളതാണ്. 44ാമത്തെ ചോദ്യം നോക്കൂ. താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിൽ 40 കിലോഗ്രാം ക്ലാസ് പെലോഡുകൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? SLV 3 ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 45ാമത്തെ ചോദ്യം നോക്കൂ. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ ഇവയ്ക്ക് കാരണമായി. ഇനി ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ 2 ഹരിതഗ്രഹ പ്രഭാവ വർധനവ്. ഓപ്ഷൻ 3 ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിലെ വർധനവ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം നോക്കൂ. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പ്രസ്താവന 1ഉം 2ഉം മാത്രമാണ് ശരി. ഇനി 47ാമത്തെ ചോദ്യം നോക്കൂ. ഒരു സങ്കേതം, ദേശീയോദ്യാനം തുടങ്ങിയ സംരക്ഷിത വനത്തിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും. അപ്പോൾ മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവന, അത് 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2ഉം 3ഉം മാത്രമാണ് ശരിയായ ആൻസർ. 48ാമത്തെ ചോദ്യം നോക്കൂ. പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ ഇവയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനകളിൽ മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ സി 1 മാത്രമാണ് ശരി. 49ാമത്തെ ചോദ്യം നോക്കൂ. കാർബൺ ഓഫ്സെറ്റിനെ കുറിച്ച് ഏത് പ്രസ്താവനകൾ ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 1ഉം 3ഉം ആണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഇന്ത്യയിൽ സെലിനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്.
ഒന്നാമത്തെ പ്രസ്താവന ഒന്നാമത്തെ ഇത് വരുന്നത് വ്യാവസായിക സ്രോതസ്സുകൾ, രണ്ടാമത്തേത് കാർഷിക രീതികൾ, മൂന്നാമത്തേത് ഭൂഗർഭ ജലം എന്നുള്ളതാണ്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിലുള്ള ഉറവിടങ്ങളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 51ാമത്തെ ചോദ്യം നോക്കൂ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. They were walking too fast. I could not keep up with them. Right answer ഓപ്ഷൻ ബി ആണ്. ഇനി 52ാമത്തെ ചോദ്യം നോക്കൂ. Fill in with appropriate pronouns and mark your answer in the response sheet. It's an interesting book I have read. This is a long echo. It is not mine. It is hers. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി നോക്കൂ 53ാമത്തെ ചോദ്യം. റീറൈറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക് ആൻഡ് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ്. ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ഷീ കണ്ടിന്യൂഡ് റീഡിങ് ഹെർ ബുക്സ് അൺഎബിൾ ടു പുട്ട് ഇറ്റ് ഡൗൺ നോയിങ് ദാറ്റ് ഷീ വുഡ് റിഗ്രറ്റ് സ്റ്റേയിങ് അപ്പ് സോ ലേറ്റ് എന്നുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 54ാമത്തെ ചോദ്യം നോക്കൂ. കറക്റ്റ് ദ എറേഴ്സ് ഇഫ് എനി ഇൻ ദ ഗിവൺ സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ദ സീനറീസ് ആർ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ സീനറി ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. ഇനി 55ാമത്തെ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ കറക്റ്റ് വേർബ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. The lifespan of certain species is very short. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 56ാമത്തെ ചോദ്യം നോക്കൂ. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. വി യൂസ് ടു സ്റ്റഡി ടുഗദർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ഡിഡിൻറ്റ് വി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 57ാമത്തെ ചോദ്യം നോക്കൂ. ഇൻസർട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആഡ്വർബ് ഓഫ് കോഴ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ്. ഹി വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ് കോൺസിക്വൻ്റ്ലി ഹി മിസ്ഡ് ദ ഇനീഷ്യൽ പ്രൊസീഡിങ്സ് ഓഫ് ഇവൻറ്റ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി 58 നോക്കൂ. യൂസ് ദ adjective പ്രൊവൈഡഡ് ഇൻ ദ ബ്രാക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് പൊസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസിബിൾ ഷീറ്റ്. ഷീ ഫൗണ്ട് ബുക്സ് ടു ബി ഹെർ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. റയർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഷീ ഫൗണ്ട് റയർ ബുക്സ് ടു ബി ഹെർ ഓൺലി സോഴ്സ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 59ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് ആക്റ്റീവ് വോയിസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ്. ദ ലെസൺ വി എക്സ്പ്ലെയിൻ ബൈ ദ ടീച്ചർ ക്ലിയർലി എന്നുള്ളതാണ്. അതിനെ ഈ പറയുന്ന ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ദി ടീച്ചർ എക്സ്പ്ലെയിൻ ദ ലെസൺ ക്ലിയർലി എന്നുള്ളതായിട്ട് മാറും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 60ാമത്തെ ചോദ്യം നോക്കൂ. യൂസ് ദ അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് പ്രോണൗൺ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ്. That is the girl whom we met yesterday. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 61ാമത്തെ ചോദ്യം നോക്കൂ. ഇൻസർട്ട് ദ കറക്റ്റ് ടെൻസ് forms and mark your answer in the response sheet. When they realized I was looking at them, they turned away. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി 62ാമത്തെ ചോദ്യം നോക്കൂ. സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ഇഡിയംസ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ഷീ ഡിഡ്ന്റ് മീൻ to spill the beans, but she accidentally revealed the surprise party details. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 63ാമത്തെ ചോദ്യം നോക്കൂ. ഫൈൻഡ് ദ അനോണിം for the underlined word and mark your answer in the response sheet. They concealed the matter എന്നുള്ളതാണ്. unveiled എന്നുള്ള ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 64ാമത്തെ ചോദ്യം നോക്കൂ. Choose the correct word order and mark your answer in the response sheet. അതായത് പാർക്ക് ദ ടു വെൻ ചിൽഡ്രൻ ഡേ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് വേർഡ് ഓർഡറിലാണ് അതിന് എന്താ പറയുക പ്ലേസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദ ചിൽഡ്രൻ വെൻ ടു ദ പാർക്ക് യെസ്റ്റർഡേ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി 65ാമത്തെ ചോദ്യം നോക്കൂ. കൺവേർട്ട് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ്. ഷീ സെഡ്
ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്തായിരിക്കും? ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 66-ാമത്തെ ചോദ്യം നോക്കൂ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ദ യങ് ലോയർ സ്പോക്ക് വിത്ത് എ റിഫറൻസ് ടു ദ ജഡ്ജ് acknowledging her years of experience and wisdom എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 67-ാമത്തെ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഫ്രം ദ മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. ദേ ഹാവ് നോൺ ഈച്ച് other since their childhood എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 68-ാമത്തെ ചോദ്യം നോക്കൂ. ചൂസ് അപ്രോപ്രിയേറ്റ് കണക്റ്റീവ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ്. അപ്പോൾ ബ്ലാങ്ക് ആണ്, സ്പേസ് 3 ബ്ലാങ്ക് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. നോക്കൂ. വെനെവർ ദ ഓപ്പർച്യൂണിറ്റി അറൈസസ് സീസ് ഇറ്റ് വിതൗട്ട് ഹെസിറ്റേറ്റ് ഓർ ഫിയറിങ് ദാറ്റ് യു മൈറ്റ് ഫെയിൽ എന്നുള്ളതാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 69-ാമത്തെ ചോദ്യം നോക്കൂ. കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസ് ഷീറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഹി വാസ് ഡിഫറൻസ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യണം കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അസ് ഹി വാസ് ഇൻഡിഫറൻറ്റ് ദേ പണിഷ്ഡ് ഹിം എന്നുള്ളതാണ്. 70-ാമത്തെ ചോദ്യം നോക്കൂ. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദ റെസ്പോൺസിബിൾ ഷീറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ വെച്ച് അത് ആൻസർ കണ്ടെത്തണം എന്നുള്ളതാണ്. ഐ ഫീൽഡ് ദ tank but unfortunately I filled it in with the wrong kind of fuel എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 71-ാമത്തെ ചോദ്യം. കാറ്റ് എന്നർത്ഥം വരാത്ത പദം ഏത് എന്നതാണ്? അനൽ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി വേറിട്ട പദജോടി ഏത്? 4 പദജോടികൾ തന്നിട്ടുണ്ട്. വിലക്ക്, വിലയ്ക്ക് എന്നുള്ളതാണ് വേറിട്ട പദജോടി എന്ന് പറയുന്നത്. തെറ്റായ പദം ഏത് എന്നുള്ളത് ഓപ്ഷൻ ബി പ്രദക്ഷിണമാണ് തെറ്റായ പദം. ഇനി 74 നോക്കൂ. ശരിയായ പദപ്രയോഗം ഏതാണ്? ദൈനംദിനാവശ്യം എന്നുള്ള ഓപ്ഷൻ എ ആണ്. 75-ാമത്തെ ചോദ്യം. ഭൂമിയെ സംബന്ധിച്ച് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാ? ഓപ്ഷൻ ബി ഭൗമമാണ്. 76-ാമത്തെ ചോദ്യം. കില്ലില്ലയോ ഭ്രമവര്യനെ നീ വരിച്ചതല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഭ്രമരം. ഓപ്ഷൻ ഡി ആണ്. ഇനി 77 നോക്കൂ. പുരോഗതി എന്ന അർത്ഥത്തെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായി വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ഡി പശ്ചാത്ഗതിയാണ്. 78-ാമത്തെ ചോദ്യം നോക്കൂ. അറിയാനുള്ള ആഗ്രഹം എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏതാണ്? ജിജ്ഞാസ എന്നുള്ളതാണ്. 79 നോക്കൂ. ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പ്രവർത്തന മേഖലയിൽ ഘടനാവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. അപ്പോൾ ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. സാഹിത്യ പഠന മേഖലയിൽ ഘടനാവാദികളുടെ പരിഷ്കാര നടപടികൾ വളരെ പ്രസക്തമാണ്. 80-ാമത്തെ ചോദ്യം നോക്കൂ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് റൈറ്റ് ആൻസർ. ഇനി 81-ാമത്തെ ചോദ്യം നോക്കൂ. ഞായറോടൊപ്പം ഉണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിന് അർത്ഥം ഏതാണ്? സൂര്യനോടൊപ്പം ഉണർന്നു ഞാൻ എന്നുള്ളതാണ്. സൂര്യനാണ്. ഇനി 82-ാമത്തെ ചോദ്യം നോക്കൂ. തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ ശൈലിയുടെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാം. കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ 83 നോക്കൂ. റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. 84-ാമത്തെ ചോദ്യം നോക്കൂ. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ്. അതായത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇനി നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏതാണ്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിലൊന്നായ മേഘരൂപൻ എഴുതിയത് എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിലെ ഏതാണ് റൈറ്റ് ആൻസർ? തൻ്റെ മികച്ച കവിതകളിലൊന്നായ എന്നുള്ളതാണ് ശരിയായ ഇതിൻ്റെ ഉത്തരം. 85-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 86 നോക്കൂ. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം ദ വർക്ക് ഡ്യൂ ടു ദ ഡിറിലക്ഷൻ ഓഫ് ദി ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ.
ഓപ്ഷൻ എ ആണ്. സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഏതാണ്? വിശേഷം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 88ാമത്തെ ചോദ്യം നോക്കൂ. വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വസന്ത അധികം ഋതു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഇനി ചുവടെ ചേർത്തിരിക്കുന്ന ശരിയായ പ്രയോഗം എന്ത് എന്നുള്ളതാണ് 89ാമത്തെ ചോദ്യം. അതിൻ്റെ റൈറ്റ് ആൻസർ നോക്കി എന്നുള്ളതാണ്. ഇനി 90ാമത്തെ ചോദ്യം നോക്കൂ. സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്നുള്ളതാണ്. സമൃദ്ധി എന്നുള്ളതാണ് പിരിച്ചെഴുതുന്ന രീതി. ഓപ്ഷൻ ഡി ആണ്. 91ാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ തെറ്റായ പ്രയോഗം ഏത് എന്നുള്ളതാണ്. വറുത്ത ചക്ക എന്നുള്ളതാണ് തെറ്റായ പ്രയോഗം. ശരിയായ പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി യാദൃശ്ചികം എന്നുള്ളതാണ് ശരിയായ പദം. ഇനി 93 നോക്കൂ. ഇവിടെ ചേർത്തിരിക്കുന്നതിൽ പരകീയമല്ലാത്ത മലയാള പദം ഏതാണ്? നമുക്കറിയാം, കടലാണ്. ഇനി 94 നോക്കൂ. ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റ പദം ഏതാണ്? ഓപ്ഷൻ ബി ആജീവനാന്തമാണ്. 95 നോക്കൂ. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? വിദുഷി എന്നുള്ളതാണ്. ഇനി 96 നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ബഹുവചനാർത്ഥം ഇല്ലാത്തത് ഏതാണ്? അവർകൾ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 97 നോക്കൂ. ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ വനമാണ്. 98 നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അയാൾ എന്നും വൈകുന്നേരം പതിവായി ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു. 2ാമത്തെ ഓപ്ഷൻ പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം കൊണ്ടാണ് ലഹള പൊട്ടിപ്പുറപ്പെട്ടത്. 3ാമത്തെ ഓപ്ഷൻ മന്ത്രി ഇന്നും ഇന്നലെ കളക്ടറും അപകട സ്ഥലം സന്ദർശിച്ചു. രക്ഷകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി വരുന്നത് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നിരാക്ഷേപ പത്രം എന്നുള്ളതാണ്. 100ാമത്തെ ചോദ്യം നോക്കൂ. അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ഒതർ ഡ്യൂട്ടി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് KS-ൻ്റെ 2 പാർട്ടും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു. ഫ്രീ ആയിട്ട് നമ്മളൊരു PSC സ്റ്റഡി കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടോ കൊടുക്കുക. നിങ്ങളതിൽ ജോയിൻ ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. താങ്ക് യു.